ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഇന്ന് എൻ്റെ അടുക്കള ഡ്യൂട്ടി ഓഫാണ്. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ എന്താണ്, നമുക്ക് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. എൻ്റെ വീടും പിന്നെ എൻ്റെ വീട്ടിലുള്ള എൻ്റെ കോഴി, പട്ടി, പൂച്ച ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ട് അതിനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ടാർപ്പയൊക്കെ കെട്ടിയിരിക്കുന്നുണ്ടോ, ഞങ്ങൾക്ക് അടക്കം ഉണ്ടായിരുന്ന സമയത്ത് കെട്ടിയിരുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ പ്രാവ്. ഇതാണ്ടോ, അവൻ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണ്. ഇതാ അതിൻ്റെ മണ്ടയിൽ 2 പേരുണ്ട്, 2 ഇനപ്രാവുകൾ. കണ്ടോ, ഇരിക്കുന്നത് കണ്ടോ. ഇതാ ബാക്കിയുള്ളൊരു അങ്ങ് മുകളിലാണ്. വേണ്ട, വീട്ടിൻ്റെ മണ്ടയിലാണ് ഇരിക്കുന്നത്. അവരങ്ങനെ അവിടെ സെറ്റായിരിക്കും, രാത്രി വന്ന് കയറും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോഴി കുഞ്ഞുങ്ങളും. വേണ്ടോ, അവിടെ വെച്ച് വിരിച്ച് വേണ്ട കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. തൊടാനൊന്നും സമ്മതിക്കില്ല, ഭയങ്കര ദേഷ്യമാണ്. ഇത് ഇപ്പം കണ്ട കോഴിയുടെ ആദ്യത്തെ അട വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ്. ഇപ്പം വലുതായി, കുഞ്ഞല്ല, ഇപ്പം വലിയ കോഴിയായി. ഇതാണ് ഞങ്ങളുടെ ടോമിക്കുട്ടൻ. ഭയങ്കര വികൃതി കുട്ടനാണ്. ഇതാണ്ടായിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ തക്കുടു. കോഴിമുട്ടയിടാൻ വേണ്ടി കയറിയിരിക്കുകയാണ് ഗൈസ്. തക്കുടുവും മുത്തുവും. ഇത് വാലിൽ നീളമുള്ള കോഴി മുത്തു, മറ്റേത് തക്കുടു. അങ്ങനെയാണ് ഞങ്ങൾ വിളിക്കാറ്. ഞങ്ങളെ ചെല്ലക്കോഴികളാണ് അവന്മാർ. വേണ്ട, ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശം. കണ്ടു. പിന്നെ വീട്ടിൻ്റെ മണ്ടയിൽ ഒരാള് ഇരിപ്പുണ്ട് ഗൈസ്. നോക്കിക്കേ, ആരാണ് ഇരിക്കണേന്ന്. കണ്ടോ കണ്ടോ. ഇപ്പം വരും, ഇപ്പം രംഗപ്രവേശനം ചെയ്യും. ഇവൻ നമ്മുടെ കറുമ്പൻ അവളെ നോക്കി ആണ് കൂവുന്നത്. കറുമ്പി പൂച്ച അവളെ നോക്കിയാണ് നമ്മുടെ കറുമ്പൻ കൂവുന്നത്. കറുമ്പൻ കോഴി, കറുമ്പൻ എന്നാണ് നമ്മൾ അവനെ വിളിക്കാറ്. അവൻ്റെ കൂടെ കണ്ട എത്ര പേരിങ്ങനെ നിൽക്കണമെന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. രാവിലെ തുറന്നു വിട്ടാൽ ഇങ്ങനെയൊക്കെ പൊക്കളയും. പക്ഷെ മഴയാണെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് മാറത്തില്ല ഗൈസ്. എല്ലാവരും വീട്ടിൻ്റെ ആ പടിയിലും തിണ്ണയിലൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കും, എങ്ങും പോകത്തില്ല. കുറേ പേരുണ്ടായിരുന്നു, എല്ലാവരെയും പട്ടി പിടിച്ചുകൊണ്ട് പോയി. ഇപ്പം ഏകദേശം ഇപ്പം ഒരു 10-11 കോഴികളൊക്കെ ഉള്ളൂ, ബാക്കി എല്ലാവരെയും കൊണ്ടുപോയി. ഗൈസ്, വരുന്നു, രംഗപ്രവേശനം ചെയ്യുന്നു. ഇതാണ് ആ ഒളിച്ചിരുന്ന ആൾ. ഞാൻ ഫോണും കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ കണ്ട ഇറങ്ങി വരുന്നു. നേരെ എൻ്റെ അടുത്തോട്ടാ ഉള്ള വരക്കോണ്. എല്ലാം ഇടിഞ്ഞ് പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. എപ്പോഴാണെന്ന് അറിഞ്ഞൂടെ മൂട്ടി ഒന്ന് വീഴുന്നത്. കണ്ടോ, ഏടത്തൊരൊറ്റ ചാട്ടമാണ്. നേരെ കണ്ട എന്നെ തട്ടി 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 തട്ടിയിരിക്കുകയാണ്. കണ്ട ഓടുന്നത് കണ്ട കൊത്താൻ വേണ്ടി. ഒക്കെ രാവിലെ വിശക്കുന്നു ഗൈസ്. അങ്ങനെ രാവിലെ റിഹാൻ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. എല്ലായിടത്തും ഹായ് പറയാണ്, ഗുഡ് മോർണിംഗ് പറയാണ്. പല്ലിയേക്കാൻ പറഞ്ഞപ്പോൾ വേണ്ടാന്ന്, ഞാൻ ഇന്നലെ തേച്ചു എന്നാണ് പറയുന്നത്. ചക്കമൂത്തോ അഴുകിതാ കണ്ട ഗൈസ്, മുറ്റമൂത്തവും ചക്കയുടെ അരി. അപ്പം ഇതാണ് ബാക്ക് വശം. ഒരു സൈഡാണ്, ഒരു സൈഡിലെ വശമാണ്. കണ്ടോ. അപ്പോൾ റിഹാനൊരു കോഴിയുടെ അടുത്ത് പോയിരിക്കുകയാണ്. റിഹാനക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കോഴിയെ. റിഹാനായ മാത്രം കൊത്തത്തില്ല, ബാക്കി ഞങ്ങളെയൊക്കെ കൊത്തും. കൊണ്ട് കൈ വെച്ച് കൊടുക്കുമ്പോൾ കൊത്തും. കുഞ്ഞുങ്ങളെ എടുക്കാൻ വരണമെന്ന് പറഞ്ഞാണ്. റിഹാനക്ക് പിന്നെ പേടിയൊന്നുമില്ല. റിഹാന പിന്നെ പോയി അങ്ങനെ നിൽക്കും. അപ്പോൾ ഗൈസ്, ഞാനിന്ന് എൻ്റെ അടുക്കള ഓഫാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. കണ്ടോ, എല്ലാ ബെഡ്ഷീറ്റും പിന്നെ തലങ്ങണിയുറയും എല്ലാം കൊണ്ടുപോയി ഇന്ന് ഞങ്ങൾ ആറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ്,
ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് എനിക്ക് പറയാനുള്ളത്? ഒന്ന് മാത്രം, എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഓക്കെ, ബൈ.